കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 7 യൂണിറ്റ് 4 മൂന്നാമത്തെ ലെസൺ പ്രേയിങ് ഹാൻഡ്സിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ, യുവർ ക്ലാസ് റൂം അറ്റ് 2310. Have you ever wondered about the stories behind famous paintings? വളരെ പ്രശസ്തമായ പെയിന്റിങ്ങുകൾ, ആർട്ട് വർക്കുകൾ, കലകൾ, ഇതിൻ്റെ ഒക്കെ പിന്നിൽ, അതായത് അത് ചെയ്യാൻ ആ കലാകാരനെ പ്രേരിപ്പിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് ദ ക്ലാസിക്കൽ പെയിന്റിംഗ് പ്രേയിങ് ഹാൻഡ്സ്. പ്രേയിങ് ഹാൻഡ്സ് എന്ന ഒരു ക്ലാസിക്കൽ പെയിന്റിംഗ്, വളരെ പ്രശസ്തമായ ഒരു പെയിന്റിങ്ങിനെ കുറിച്ചുള്ള കഥയാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. പ്രേയിങ് ഹാൻഡ്സ് എന്നാണ് ഈ ലെസന്റെ തലവാചകം. Back in the 15th century, in a tiny village in Germany, lived the Dürer family with 18 children. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? 15ാം നൂറ്റാണ്ടിലെ ജർമ്മനിയിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലെ ഡ്യൂറർ എന്ന കുടുംബ പേരിലുള്ള ഒരു കുടുംബം താമസിച്ചിരുന്നു. അവർക്ക് 18 ചിൽഡ്രൻ ആയിരുന്നു. അതെ, യെസ്, 18. Just to keep food on the table for this big family, the father, who was a goldsmith by profession, worked for almost 18 hours a day. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ വലിയ കുടുംബത്തിനെ പോറ്റി പുലർത്തി വളർത്താനായിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം സ്വർണ്ണപ്പണിക്കാരനായ അച്ഛൻ ഓൾമോസ്റ്റ്, അതായത് ഏകദേശം 18 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യും. He also took on any other paying job he could find in the neighborhood. അങ്ങനെ ഇദ്ദേഹത്തിന്റെ അയൽപ്പക്കം, ആ പ്രദേശം, ഇദ്ദേഹം താമസിക്കുന്ന ആ പ്രദേശത്തിന്റെ അടുത്തൊക്കെ വേറെ എന്തെങ്കിലും ജോലി, അതായത് പൈസ കിട്ടുന്ന വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതും ഇദ്ദേഹം ഏറ്റെടുത്ത് ചെയ്യും. Despite their hopeless condition, two of the older children, Albrecht and Albert, had a dream. അതായത് ഈ ഒരു മോശം കണ്ടീഷനിൽ പോലും, ഡിസ്പൈറ്റ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നിട്ട് പോലും, രണ്ട് മൂത്ത കുട്ടികൾ, അതാണ് ഒന്ന് ആൽബ്രെക്റ്റ് ആൻഡ് ആൽബർട്ട്, ഇവർക്ക് രണ്ടുപേർക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു വിഷൻ. They both wanted to pursue their talent for art. അപ്പോൾ ഈ രണ്ട് കുട്ടികളും കലാപരമായിട്ട് കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ ആ കഴിവിനെ തുടർന്ന് കൊണ്ടുപോകാൻ ഇവർക്ക് ആഗ്രഹമുണ്ട്. അതാണ് pursue, തുടർന്ന് കൊണ്ടുപോവുക. But they knew that their father would never be able to send them to study at the academy. പക്ഷെ ഇവർക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയായിരുന്നു, ഒരിക്കലും അച്ഛന് ഇവരെ ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പറഞ്ഞയച്ചിട്ട് ഈ കല പഠിപ്പിക്കാനായിട്ടുള്ള കഴിവ് ഇല്ല. ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻസ് ദ ടു ബോയ്സ് ഫൈനലി വർക്ക്ഡ് ഔട്ട് എ പാക്ട്. എന്താ ഇവിടെ പറയുന്നത്? കുറേ നേരത്തേക്ക് ഇവർ ചർച്ച ചെയ്തു, എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരു ധാരണയിലെത്തി, അതായത് ഒരു തീരുമാനത്തിലെത്തി. അതാണ് പാക്ട് എന്ന് പറഞ്ഞാൽ തീരുമാനം. അപ്പൊ എന്താണ് ഇവരെ ഒരു ധാരണയിലെത്തി എന്ന് പറയും, നമുക്ക് നോക്കാം. They would toss a coin. അവര് ഒരു കോയിൻ ടോസ് ചെയ്യും. The loser would go down into the nearby mines. അപ്പം ആരാണോ തോൽക്കുന്നത് അവരെന്ത് ചെയ്യണം? അവരെ വീടിനടുത്ത് അല്ലെങ്കിൽ ഗ്രാമത്തിനടുത്തുള്ള ഖനിയിൽ പോയിട്ട് ജോലി ചെയ്യണം. ഖനി എന്ന് പറഞ്ഞാൽ ഈ കൽക്കരി അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒക്കെ കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ് ഖനി. ഭൂമിക്കടിയിലേക്ക് ടണൽ ഉണ്ടാക്കിയിട്ട് പോയിട്ട് കുഴിച്ചെടുത്തിട്ട് കൊണ്ടുവരും. ഭയങ്കര പ്രയാസം നിറഞ്ഞ ഒരു ജോലിയാണത്. His earnings would support his brother to study at the academy. അപ്പം ഈ വ്യക്തി, അതായത് ഈ രണ്ടുപേരിൽ ഒരാൾ പോയിട്ട് ജോലി ചെയ്യണമല്ലോ, ഈ ടോസ് നഷ്ടപ്പെടുന്ന ആൾ പോയിട്ട് ജോലി ചെയ്തിട്ട് ആ വരുമാനം കൊണ്ട് മറ്റേ ബ്രദർ പോയിട്ട് അക്കാഡമിയിൽ പഠിക്കും. അപ്പം ഇതാണ് ഇവർ തമ്മിൽ നടന്ന ധാരണ. In 4 years, the brother who won the toss would complete his studies. അങ്ങനെ ആ ടോസ് ജയിച്ച വ്യക്തി 4 വർഷം കൊണ്ട് അവന്റെ പഠിത്തം തീർക്കും. അതായത് ആ കോഴ്സിന്റെ ടൈം 4 വർഷമാണ്. He would then support his brother to go to the academy. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? ആ പഠിച്ചു കഴിഞ്ഞ വ്യക്തി ജോലി എടുക്കാൻ പോകും. ആ ഖനിയിൽ പോയി പണിയെടുത്ത ബ്രദർ അക്കാഡമിയിൽ പഠിക്കാൻ പോകും. If necessary, he would even work in the mines for that. അപ്പോൾ ഈ പഠിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് മൈനിൽ പോകണം നിർബന്ധമില്ല, കാരണം ഒരു അക്കാഡമിയിൽ 4 വർഷം പഠിച്ചല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് വേറെയുള്ള ജോലികളൊക്കെ കിട്ടാം. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മൈൻസിൽ പോയി ജോലി എടുക്കാനും ആ ബ്രദർ തയ്യാറായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഈ പിക്ചറിൽ, അല്ലേ? ഇവർ രണ്ടുപേരും കൂടെ അവർ നിശ്ചയിച്ചതുപോലെ അവർ ടോസ് ചെയ്യാണ്. വായിക്കാം. ഓൺ സൺഡേ മോർണിംഗ് ആഫ്റ്റർ ചർച്ച് ദേ ടോസ്ഡ് ദ കോയിൻ ദാറ്റ് വുഡ് ഡിറ്റർമിൻ ദ ഫ്യൂച്ചർ. അങ്ങനെ ഞായറാഴ്ച രാവിലെ പള്ളിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം അവരുടെ ഫ്യൂച്ചറിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ആ ടോസ് അവർ ചെയ്തു.
Albrecht Dürer, the younger brother, who won the toss and went off to the academy. അപ്പോൾ ഈ ടോസ് ആര് ജയിച്ച്? യങ് ബ്രദർ, ഇളയ ബ്രദർ ജയിച്ചു. എന്നിട്ട് അവൻ അക്കാഡമിയിലേക്ക് പഠിക്കാൻ പോയി. Albert went down into the dangerous mines and for the next 4 years supported his brother. അങ്ങനെ ആൽബർട്ട് ഖനിയിലേക്ക് ജോലി ചെയ്യാൻ പോയി. 4 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അവൻ്റെ ബ്രദറിൻ്റെ പഠിത്തത്തിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. Albrecht's work at the academy was almost an immediate sensation. അപ്പോൾ ഇവൻ പോയി പഠിക്കാൻ തുടങ്ങി. ആ തുടങ്ങിയ സമയത്ത് ഇവനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവൻ വളരെ വൃത്തിയായിട്ടും വളരെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വളരെ ഒരു സെൻസേഷനായി മാറി, വളരെ ഒരു അത്ഭുതകരമായ കാര്യങ്ങളായിട്ട് മാറി തുടങ്ങി. Albrecht's etchings, his woodcuts and his oil paintings were far better than those of most of his professors. അതായത് എന്താ അവിടെ സംഭവിച്ചത് അറിയോ? അവനെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിനെക്കാട്ടും വളരെ മെച്ചമായ രീതിയിൽ അവൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് ഓയിൽ പെയിന്റിങ്സ്, കൊത്തുപണികൾ, എച്ചിങ്സ് പറഞ്ഞാൽ അത് വേറെ ടൈപ്പ് ഓഫ് കൊത്തുപണി, ഇതൊക്കെ വളരെ 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 മികച്ച രീതിയിൽ അവൻ ചെയ്യാൻ തുടങ്ങി. When the young artist returned to his village, the Dürer family held a festive dinner on their lawn to celebrate his homecoming. അങ്ങനെ ഈ ആർട്ടിസ്റ്റ്, ഈ വ്യക്തി 4 വർഷത്തെ പഠിത്തമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് അത് ആഘോഷിക്കാനായിട്ട് ഈ ഫാമിലി എന്ത് ചെയ്ത് ഒരു ഡിന്നർ ഒരുക്കി അവരുടെ ലോണിൽ. ലോൺ എന്ന് പറഞ്ഞാൽ പച്ച പുല്ലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വളർത്തിയ പരന്ന ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം, അവിടെ നമുക്ക് പാർട്ടി കാര്യങ്ങളൊക്കെ നടത്താം. അതാണ് ലോൺ എന്ന് പറയുന്നത്. അങ്ങനത്തെ അവരുടെ വീട്ടിൻ്റെ സൈഡിലുള്ള ലോണിൽ ഒരു ഡിന്നർ ഒരുക്കി. ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലാഫ്റ്റർ. അപ്പോൾ ഈ ഒരു ഡിന്നർ ടൈം വളരെ നേരം നീണ്ടു നിന്നു. ചിരിയും മ്യൂസിക്കും പാട്ടും ചിരിയും ഒക്കെ ആയിട്ട് വളരെ നേരം നീണ്ടു നിന്നു. അത് അവരെന്താ പറയുന്നത്? മെമ്മറബിൾ മീൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇതുപോലുള്ള ഡിന്നറൊന്നും ഇങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നേരമായിരുന്നു. ആൽബർട്ടെക് റോസ് ഫ്രം ഹിസ് ഓണേർഡ് പൊസിഷൻ അറ്റ് ദ ഹെഡ് ഓഫ് ദ ടേബിൾ. ഇവിടെ എന്താ പറയുന്നത്? ആൽബർട്ടെക് അവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. ഓക്കെ, റോസ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക. ഇവിടെ നിങ്ങളൊരു വാക്ക് കണ്ടോ? ഓണേർഡ് പൊസിഷൻ അറ്റ് ദ ഹെഡ് ഓഫ് ദ ടേബിൾ. എന്താണ് ഈ ഓണേർഡ് പൊസിഷൻ? ഓണേർഡ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക, പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം. അപ്പോൾ ഒരു ഡൈനിങ് ടേബിള് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് ഉണ്ടാവുക സാധാരണ. അപ്പോൾ അതിൽ 2 നീളം കൂടിയ സൈഡും 2 നീളം കുറഞ്ഞ സൈഡും ഉണ്ടാവും. അപ്പോൾ ഈ നീളം കുറഞ്ഞ സൈഡിൽ ഒരു സൈഡാണ് നമുക്ക് ഈ ഓണേർഡ് പൊസിഷനായിട്ട് കണക്കാക്കുന്നത്. അതായത് ഒരു കുടുംബത്തിലെ കാരണവർ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അച്ചച്ചൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ആ സ്ഥലത്ത് ഭക്ഷണ സമയത്ത് ഇരിക്കുക. അതിന് ചുറ്റുമാണ് ബാക്കിയുള്ളവർ ഇരിക്കുക. അപ്പോൾ അതാണ് ഓണേർഡ് പൊസിഷൻ. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിലാണ് ഈ ആൽബർട്ടെക് ഇരുന്നത്. ഹി ഡ്രാങ്ക് എ ടോസ്റ്റ് ടു ഹിസ് ബിലൗഡ് ബ്രദർ ഫോർ ദ ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് ദാറ്റ് ഹാഡ് എനേബിൾഡ് ഹിം ടു ഫുൾഫിൽ ഹിസ് ആംബിഷൻ. ഇവിടെ അനിയൻ്റെ ആംബിഷൻ, അഭിലാഷം നിറവേറാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം സാക്രിഫൈസ്, ത്യാഗം സഹിച്ചിട്ട് ജ്യേഷ്ഠൻ ഖനിയിൽ പോയി ജോലി ചെയ്തു. ഈ സന്ദർഭം ഈ പാർട്ടി സമയത്ത് എഴുന്നേറ്റ് നിന്ന് മദ്യത്തിൻ്റെ ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചിട്ട് ഇത് പറയും. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ്സിൽ നിന്ന് ഒരു സിപ്പ് കുടിക്കും. അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നതിനാണ് ഡ്രാങ്ക് എ ടോസ്റ്റ് എന്ന് പറയാം. ഹിസ് ക്ലോസിംഗ് വേർഡ്സ് വേർ, ആൻഡ് നൗ ആൽബർട്ട്, ബ്ലെസ്ഡ് ബ്രദർ ഓഫ് മൈൻ, നൗ ഇറ്റ്സ് യുവർ ടേൺ. Now you can go to the academy to pursue your dream and I will take care of you. അങ്ങനെ ഇവിടെ അവസാനമായിട്ട് ആൽബർട്ടിനോട് പറയാണ്, എൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അനിയ ആൽബർട്ടെ, now it's your turn. ഇനി നിന്റെ ഊഴമാണ്. ഇനി നിനക്ക് അക്കാഡമി പോയി എന്ത് ചെയ്യാം? നിന്റെ ഡ്രീംസ്, pursue your dreams, അതായത് നിന്റെ ആ സ്വപ്നം നിറവേറാം. ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഇനി നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോൾ ഈ കാര്യം പറഞ്ഞ സമയത്ത്, അതായത് നിനക്ക് നിന്റെ ആംബിഷൻ പോയി നിറവേറാം, അതിനി നിന്റെ ഊഴമാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാവരും തിരിഞ്ഞ് ആൽബർട്ടിനെ നോക്കി. അതാണ് പറയുന്നത്, ഓൾ ഹാഡ് ടേൺസ് ഇൻ ഈഗർ എക്സ്പെക്ടേഷൻ ടു ദ ഫാർ എൻഡ് ഓഫ് ദ ടേബിൾ വേർ ആൽബർട്ട് സാറ്റ്. എല്ലാവരും ആൽബർട്ടിനെ തിരിഞ്ഞു നോക്കി. ഇനി ആൽബർട്ട് എന്താണ് ഇതിന് മറുപടിയായിട്ട് പറയാൻ പോകുന്നതെന്ന്. Tears were streaming down his pale face. Shaking his lowered head from side to side, he sobbed and repeated over and over again, "No, no, no, no." എല്ലാവരും ആൽബർട്ടിനെ നോക്കുന്ന സമയത്ത് ആൽബർട്ട് തല താഴ്ത്തി പിടിച്ചിട്ട് ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് തല 2 ഭാഗത്തേക്കും ഇളക്കിക്കൊണ്ട് ഷേക്ക് ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. Finally, Albert rose and wiped the tears on his cheeks. He glanced down the long table at the faces he loved.
അങ്ങനെ ആൽബർട്ട് കരച്ചിലൊക്കെ നിർത്തി എഴുന്നേറ്റ് നിന്നു. ഇവിടെ റോസ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നു. വൈറ്റ് തുടച്ചു. എന്ത് തുടച്ചു? ഇവൻ്റെ മുഖത്ത് കൂടെ ഒഴുകിയ കണ്ണീരൊക്കെ തുടച്ചു. അത് കഴിഞ്ഞിട്ട് ഇവൻ എല്ലാവരും ഒന്ന് നോക്കി. അവിടെ ഇരിക്കുന്ന എല്ലാവരും ഗ്ലാൻസ്ഡ്, എല്ലാവരും ഒന്ന് നോക്കി. ദെൻ holding his hands close to his right cheek, he said softly, "No brother, I cannot go to the academy." അങ്ങനെ ആൽബർട്ട് എന്ത് ചെയ്തു? ഇവൻ്റെ ജ്യേഷ്ഠൻ്റെ വലത് ചെള്ള, അതായത് റൈറ്റ് ചീക്ക്, വലത് ചെള്ളയിൽ മേലെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇല്ല സഹോദര, എനിക്ക് അക്കാദമിയിലേക്ക് പോകാൻ സാധിക്കില്ല. ഇറ്റ്സ് ടു ലേറ്റ് ഫോർ മീ. വളരെ സമയം വൈകിപ്പോയി. ലുക്ക് വാട്ട് 4 years in the mines have done to my hands. ഇത് നോക്കൂ, ഈ 4 വർഷം മൈനിൽ ജോലി ചെയ്തിട്ട് എൻ്റെ കൈയിൻ്റെ ഒരു അവസ്ഥ നോക്കൂ. The bones in every finger have been smashed at least once. അതായത് ഈ 4 വർഷം ഞാൻ ഖനിയിൽ പണിയെടുക്കുമ്പോൾ എൻ്റെ എല്ലാ വിരലിൻ്റെയും എല്ലുകൾ ഒരിക്കലെങ്കിലും പൊട്ടിയിട്ടുണ്ട്. I cannot even hold a glass to return your toast. നിങ്ങൾ പറഞ്ഞ ടോസ്റ്റിന് മറുപടിയായിട്ട് ടോസ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. ഒരു ഗ്ലാസ് പോലും എനിക്ക് പിടിക്കാൻ പറ്റില്ല എൻ്റെ വിരലുകൊണ്ട്. മച്ച് ലെസ് മേക്ക് ആർട്ട് ഓൺ ക്യാൻവസ് വിത്ത് എ പെൻ ഓർ ബ്രഷ്. എന്നിട്ടാണോ ഞാൻ അക്കാദമിയിൽ പോയിട്ട് ബ്രഷും പെന്നും ഒക്കെ പിടിച്ചിട്ട് ക്യാൻവസിൽ വരയ്ക്കാൻ പോകുന്നത്? എൻ്റെ വിരലുകളൊക്കെ ബലം അത്രയും ക്ഷയിച്ചു പോയിരിക്കുകയാണ്. More than 500 years have passed. By now, hundreds of Albert Duke's masterful portraits, pen and silver point sketches, watercolors, charcoals, woodcuts and copper impression hang in every great museum in the world. 500-ൽ പരം വർഷങ്ങൾ കടന്നുപോയി. ഇപ്പം നോക്കുകയാണെങ്കിൽ ആൽബർട്ട് ഡ്യൂക്സിൻ്റെ മാസ്റ്റർഫുൾ പോർട്രേറ്റ്സ്, അതായത് മികച്ച ചിത്രങ്ങൾ എന്തുകൊണ്ട് ചെയ്തത്? പെൻ ആൻഡ് സിൽവർ പോയിന്റ്സ് കൊണ്ട് ചെയ്തത്, വാട്ടർ കളറിൽ ചെയ്തത്, ചാർക്കോൾ വെച്ച് ചെയ്തത്, പിന്നെ വുഡ് കട്ട്സ്, മരത്തിലെ കൊത്തുപണികൾ, പിന്നെ കോപ്പർ ഇംപ്രഷൻസ്, അതായത് കോപ്പർ ഷീറ്റിൽ ചെയ്യുന്ന ഇംപ്രഷൻ, അതായത് കോപ്പർ ഷീറ്റിൽ ചില വേണ്ടുന്ന സ്ഥലത്ത് മാത്രം തട്ടി ഉയർത്തുക, എന്നിട്ട് അതൊരു വലിയ ചിത്രമായി മാറ്റും. അങ്ങനത്തതൊക്കെ ഇപ്പം വളരെ ലോകത്തിൽ പേര് കേട്ട മ്യൂസിയത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. ബട്ട് മോസ്റ്റ് പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഓൺലി വൺ ഓഫ് ആൽബർട്ട് ഡ്യൂക്സ് വർക്ക്. പക്ഷെ മിക്ക ആൾക്കാർക്കും ആൽബർട്ട് ഡ്യൂക്സ് ചെയ്ത ഒരു പ്രത്യേക ആർട്ട് വർക്കിനെ കുറിച്ചുള്ള മാത്രമേ വളരെ നല്ല പരിചയമുള്ളൂ, നല്ല അറിവുള്ളൂ. വൺ ഡേ he decided to pay homage to his brother Albert for all that he had sacrificed. ഇവിടെ പറയുന്നത് എന്താ? ജ്യേഷ്ഠന് വേണ്ടിയിട്ട് അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളെ ഓർത്തിട്ട് അനിയൻ ഒരു ദിവസം ആദരാഞ്ജലികൾ അർപ്പിക്കാൻ തീരുമാനിച്ചു. അതാണ് ടു പേ ഹോമേജ് ടു ഹിസ് ബ്രദർ എന്ന് പറയുന്നത്. ആൽബർട്ട് ഡ്യൂറർ painstakingly drew his brother's abused hands with palms held together with the thin fingers stretched skyward. ഇവിടെ പറയുന്നത് വളരെ വേദനയോടുകൂടെ പെയിൻ സ്ട്രിക്കൻലി ആണ് അനിയൻ ഈ ചിത്രം വരയ്ക്കുന്നത്. ഈ ചിത്രം എങ്ങനെയുള്ള ചിത്രമാണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൈ കൂപ്പി പിടിക്കല്ലോ, അതുപോലെ ജ്യേഷ്ഠന്റെ കൈകളെയാണ് വരച്ചത്. He called his powerful drawing simply hands. ഈ ഒരു ഡ്രോയിങ്ങിന് ഏട്ടൻ കൊടുത്ത പേര് hands, കൈകൾ എന്നാണ്. But the world renamed his tribute of love as the praying hands. പക്ഷേ ഈ ലോകം എന്ത് ചെയ്ത് ആ ട്രിബ്യൂട്ട് ഓഫ് ലവ്, ആ സ്നേഹത്തോടു കൂടെയുള്ള ആദരാഞ്ജലിയെ എന്ത് ചെയ്തു? പേര് മാറ്റി, ദ പ്രേയിങ് ഹാൻഡ്സ് എന്നാക്കി മാറ്റി. The next time you see a copy of that touching creation, take a second look. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ ഒരു പോർട്രേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് വർക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ, ടച്ചിങ് ക്രിയേഷൻ, അതായത് വളരെ ആത്മാർത്ഥമായി മനസ്സ് തട്ടി വരച്ച ആ ഒരു വർക്ക് കാണുകയാണെങ്കിൽ, ടേക്ക് എ സെക്കൻഡ് ലുക്ക് എന്നർത്ഥം. നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ നോക്കുക എന്നല്ല, നിങ്ങൾ ഈ സന്ദർഭവും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരട്ടെ. ഈ എഴുതിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലെറ്റ് us remember that no one ever makes it alone. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ആരും ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യവും നേടിയിട്ടില്ല. ഓക്കെ സ്റ്റുഡൻസ്, പ്രേയിങ് ഹാൻഡ്സ് എന്ന ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ വളരെ നന്നായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ, യുവർ ക്ലാസ് റൂം at 2310.